കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീയ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ധാരണകളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ യഹോവയായ ദൈവത്തിൻ്റെ പക്കലിരിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്നുള്ള നാമമുള്ളവൻ നമ്മുടെ മധ്യവിലാവുന്നുണ്ട്. അവിടുന്ന് അനാദിയായ ദൈവമാണ്, ശാശ്വതവാസിയാണ്, തലമുറയായി നമ്മുടെ സങ്കേതവും ബലവുമാണ്. 46-ാം സങ്കീർത്തനം പറയുന്നു, അവിടെ നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം എൻ്റെ ബലമാണ്. സ്തോത്രം. ഓരോരുത്തടത്തും ഭക്തന്മാർ പാടിയത് തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. 84 കോരപുത്രന്മാർ വരെ സൈന്യങ്ങളുടെ യഹോവ. ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളയാത്തവനാണ്, ഉപേക്ഷിക്കാത്തവനാണ്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. തൻ്റെ സകല പ്രവൃത്തികളെയും ഓർക്കുന്ന ദൈവം. പകുതി വഴിക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഏത് കാലഘട്ടത്തിലും എനിക്ക് കഴിയുമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ നമ്മളെ ശക്തീകരിക്കട്ടെ. സകലത്തിന്മേലും ജയം പ്രാപിച്ച ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ലോകത്തിന്മേലും പാപത്തിന്മേലും പ്രപഞ്ചത്തിന്മേലും പ്രകൃതിന്മേലും അവിടുത്തേക്ക് അധികാരമുണ്ട്. കാറ്റും കടലും ഇവനനുസരിക്കുന്നവൻ ആരെന്ന് അറിയിച്ചു. നോക്കൂ, കാറ്റ് ഒരു വാക്ക് അനങ്ങരുതെന്ന് പറഞ്ഞാൽ കടൽ അനങ്ങാതിരുന്നു എങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി എത്ര സ്ട്രോങ്ങാ പ്രിയരെ! അതെത്ര പ്രസക്തമാണ്, എത്ര വിലയുള്ളതാണ്. ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വാക്കുകൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ വാക്കുകൾ എൻ്റെ ശരീരത്തിലൊന്ന് വിടുതലായി പരിണമിക്കണമേ. ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ആ വാക്കുകൾക്ക് വിടുതൽ നൽകാൻ കഴിയും. യേശുവിനെപ്പറ്റി ശതാധിപൻ പറഞ്ഞ പ്രസ്താവന, 100 പേർക്ക് അധിപനായ മനുഷ്യനാണ് ശതാധിപൻ. തൻ്റെ കീഴിൽ അധികാരങ്ങളുണ്ട്. താൻ പറയുകയാണ്, കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആഴമായൊരു വിശ്വാസമാണ്. അങ്ങ് അവിടെ ചവിട്ടേണ്ട കാര്യമില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ അകത്ത് വന്ന വിശ്വാസം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്കുണ്ടോ? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയും. നമുക്ക് പല വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറാറില്ലേ? സംശയിക്കാറില്ലേ? ഇന്നിത് നടക്കുമോ എന്ന് ചിന്തിക്കാറില്ലേ? പക്ഷേ ഇന്നലകളിൽ നമുക്ക് വേണ്ടി കമാൻഡ് ചെയ്ത ദൈവം ആ വാക്കിന്നും മുഴങ്ങും. ആ വാക്കിനിന്നും പ്രസക്തിയുണ്ട്. ആ വാക്ക് പറഞ്ഞാൽ പ്രകൃതി നമുക്ക് വേണ്ടി നിൽക്കേണ്ടടുത്ത് നിൽക്കും. നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച യോശുവ എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രകൃതിയോട് പറയുകയാണ്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൾ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ
പ്രകൃതി 2 സ്ഥലങ്ങളിൽ, സൂര്യനും ചന്ദ്രനും 2 സ്ഥലങ്ങളിൽ നിശ്ചലമായി നിന്നെങ്കിൽ, ഇന്ന് പകലാത്മാവിൽ വിളിച്ചു പറയുന്നു, തൻ്റെ ജനത്തെ വേദനിപ്പിക്കുന്ന, തൻ്റെ ജനത്തെ ഒതുക്കുവാൻ നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത് വാക്യം. അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവുമല്ലോ. കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഈ പശ്ചാത്തലം നമുക്കറിയാം. അർത്തഷ്ഠ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി നെഹമ്യാവ് ജോലി ചെയ്യുകയാണ്. ചിലർ വന്ന്, യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാർ വന്ന് നെഹമ്യാവിനോട് ചില വിവരങ്ങൾ പറയുകയാണ്. നെഹമ്യാവിനോട് ചോദിച്ചു, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിൻ്റെ അന്നത്തെ അവസ്ഥയെപ്പറ്റിയും താൻ ചോദിച്ചറിയുകയാണ്. അവർ പറഞ്ഞ മറുപടി, തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ മഹാകഷ്ടത്തിലായിരിക്കുന്നു, അപമാനത്തിലായിരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവിനത് മൈൻഡ് ചെയ്യാതിരിക്കാം. നെഹമ്യാവ് നല്ല പൊസിഷനിലിരിക്കുക, തനിക്ക് വേണമെങ്കിൽ അത് മറക്കാം. ആ വിഷയത്തിൻ്റെ ആഴങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ തൻ്റെ ജനത്തിന് വന്ന വേദന, അവരുടെ നിന്ന, അവരുടെ അപമാനം, ഇടിഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ തൻ്റെ വിഷയമായി താൻ കാണുകയാണ്. പ്രിയരെ, നമ്മുടെ കുടുംബത്തിനകത്ത് വരുന്ന വിഷയങ്ങൾ, ദൈവസഭയുടെ അകത്ത് വരുന്ന വിഷയം, ദേശത്ത് വരുന്ന വിഷയം നമ്മുടെ വിഷയമായി കണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം തയ്യാറാകുമെങ്കിൽ ജനം വിടുവിക്കപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവമഹത്വം വെളിപ്പെടുത്തും. ഇന്ന് പകൽ വിശ്വസിക്കുക. ചില വിഷയങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെയാണ് ദൈവം അതിനു വേണ്ടി അനോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ചർച്ചിനകത്ത് ആരും അനോയിൻറ്റ് ചെയ്തില്ല. നിങ്ങൾ പറ, ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും. ആ വേദന എന്നെ വല്ലാതെ അലട്ടുന്നു. ചില ഇടിവുകൾ, ചില തകർച്ചകൾ, ചില ചിതറിപ്പോയ അനുഭവങ്ങൾ, യോജിക്കാൻ പറ്റാത്തത്, ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കരുത്. പ്രാർത്ഥിക്കാനും കരയുവാനും തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ ഈ പകൽ ചില കുടുംബങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും, ചില തലമുറകളെ ദൈവം ട്രാക്കിലേക്ക് കൊണ്ടുവരും. തളർന്നുപോയ നിങ്ങളുടെ വിഷയത്തെ ദൈവം പണിയും. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് നെഹമ്യാവ് ചെയ്തത്, താൻ കരഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാര്യം പ്രബോധിപ്പിക്കുകയാണ്, പരമേൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങൾക്കൊരു തിരിച്ചുവരവ് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകത്തിലെ ഒരു ഭാഗമാണ് നാം ഉരുവിട്ടത്. അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവുമല്ലോ. ദൈവമേ, അപമാനത്തിലിരിക്കുന്ന, കഷ്ടത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, നിന്ന ഏറ്റുവാങ്ങുന്ന ജനമാരെന്നറിയാമോ? അങ്ങ് മഹാശക്തി കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ വീണ്ടെടുത്ത, ഫറവോൻ്റെ അടിമത്തത്തെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന, മരുഭൂമിയിൽ മേശയൊരുക്കിയ, തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചു കൊടുത്ത, ശക്തന്മാരുടെ അപ്പമായ മന്ന കൊടുത്ത, അന്ധകാര രാജ്യങ്ങളുടെ മേൽ അവർക്ക് ആധിപത്യം നൽകിയ, പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രവേശിപ്പിച്ച ശക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള സാക്ഷ്യമുള്ള ഒരു ജനമാണ്
അവരെ ഓർക്കണമേ. ഇന്നലെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമാങ്ങ്, ഇന്നലെ അവരെ വീണ്ടെടുത്ത ദൈവമാങ്ങ്, ഇന്നലെ അവർക്ക് വേണ്ടി ശക്തി പുറപ്പെടുവിച്ച ദൈവമാങ്ങ്. അന്ന് ചെയ്ത അത്ഭുതം ഇന്നും ചെയ്യണമേ. മഹാശക്തി കൊണ്ട് പ്രിയരെ നമ്മളെ വീണ്ടെടുത്ത ദൈവമാ, വിടുവിച്ച ദൈവമാ. ആ ശക്തി ഇന്ന് പകൽ പ്രാർത്ഥിക്കർത്താവേ, ഇടിഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ വിഷയത്തിന്മേൽ, തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ വിഷയത്തിന്മേൽ, അപമാനിക്കപ്പെട്ട ഞങ്ങളുടെ സബ്ജക്റ്റിൻ്റെ മേൽ, ആശയേറ്റ വിഷയങ്ങളുടെ മേൽ, ലോകം ചോദ്യം ചെയ്യുന്ന ചില വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി, നിന്റെ ദാസന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ട് നെഹമ്യാവിനെ ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു പണിക്ക് വേണ്ടി ഭക്തനെ നിയോഗിച്ചയച്ചതുപോലെ ദൈവത്തിൻ്റെ കൈ ഇന്ന് പകൽ അങ്ങനെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആത്മശക്തിയോടെ കരയുവാൻ, ഇടിവുകളെ നന്നാക്കണമേ, ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന് പറയാൻ തയ്യാറാകുന്നവരെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോകുക. അപമാനത്തെ മാറ്റാൻ, നിന്ദകളെ എടുത്തു മാറ്റാൻ, മാന്യത വരുത്താൻ, പരിശുദ്ധാത്മാവിൽ ശക്തരാക്കാൻ ദൈവം നിങ്ങളെ യൂസ് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവേ ഞങ്ങളെ ഓർക്കണമേ. മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന, ഞങ്ങളെ ശക്തീകരിച്ച ദൈവം അങ്ങാണ്. ഇന്നും അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, വീര്യപ്രവൃത്തി ഇന്ന് പകലിലും തീർന്നു പോയിട്ടല്ലോ. അങ്ങയുടേത് ശക്തി ഇന്നും തീർന്നിട്ടില്ലല്ലോ. കരത്തിൻ്റെ വല്ലഭത്വം ഇന്നും പ്രവർത്തിക്കുന്നല്ലോ. അസാധ്യങ്ങൾ ഇന്നും സാധ്യമാകുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ തലമുറകളുടെ ശൂന്യതകളെ ദൈവം മാറ്റണമേ. അപമാനങ്ങളെ മാറ്റണമേ. നിന്ദകളെ എടുത്ത് മാറ്റണമേ. ആ വേദനയെ, സങ്കടം ഞങ്ങളെ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ പണിയാൻ കർത്താവ് ഉപയോഗിക്കണമേ. ഞങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കണമേ. ഈ പകൽ കർത്താവ് നൽകുന്ന വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, ബലത്തിന് സ്തോത്രം. ഇടിഞ്ഞു കിടക്കുന്ന ചില യാഗപീഠങ്ങളെ പണിയാൻ, പ്രാർത്ഥനയിൽ ഞങ്ങൾ ശക്തരാകാൻ, ആത്മാവിൽ ശക്തരാകാൻ കരുത്തും കൃപയും ബലവും ഞങ്ങൾക്ക് നൽകണം. അവിടുത്തെ ആത്മാവിന്ന് പകൽ ഞങ്ങളോട് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. നമ്മളെ ഉപയോഗിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മഹാശക്തി കൊണ്ട് ദൈവം ഇന്നും അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.